ഹായ് വെൽക്കം ടു മൈ ചാനൽ. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നുമില്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടൻറ്റോ ഉപയോഗിക്കുകയോ ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. യൂട്യൂബേഴ്സിന് വളരെയധികം പേടിയുള്ള ഒന്നാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ. നമുക്ക് 3 കോപ്പിറൈറ്റ് ഒക്കെ കിട്ടിയാൽ ചിലപ്പോൾ ചാനൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് യൂട്യൂബ് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് തരും. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് YT സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ YT സ്റ്റുഡിയോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് ക്രിയേറ്റ് എന്ന് എഴുതിയ ഒരു പ്ലസ് ബട്ടണും കാണാം. അവിടെ ക്ലിക്ക് ചെയ്യണം. അതിൽ ഏറ്റവും മുകളിലായിട്ട് അപ്ലോഡ് വീഡിയോ എന്നും കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറുപ്പ് നിറത്തിൽ കാണുന്ന സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഫയൽ ചൂസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോക്കുള്ള ടൈറ്റിലെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോക്കുള്ള തംബ്നെയിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ചെക്സിലാണ് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത്. വീഡിയോക്ക് കോപ്പിറൈറ്റ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നോട്ട് ഇഷ്യൂ ഫൗണ്ട് എന്നും അതിൻ്റെ നേരെയായിട്ടൊരു ടിക്ക് മാർക്കും കാണിക്കും. ഇനി അത് നാലാമത്തെ ഓപ്ഷൻ വിസിബിലിറ്റിയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അൺലിസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. വീഡിയോക്ക് കോപ്പിറൈറ്റ് ഒന്നുമില്ലെങ്കിൽ അത് പബ്ലിക് ആക്കിയാൽ മതി. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുന്നത് വരെ കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കോപ്പിറൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നോ ഇഷ്യൂ ഫൗണ്ട് എന്നും അതിൻ്റെ നേരെ വലതുഭാഗത്തായിട്ടൊരു ടിക്ക് മാർക്കും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നുമില്ല. കോപ്പിറൈറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വീഡിയോ വിസിബിലിറ്റിയിൽ അൺലിസ്റ്റിൽ നിന്ന് പബ്ലിക് ആക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.